ബിഗ് ബോസ് സീസൺ 7 ആദ്യ വീക്കെൻഡ് എവിക്ഷൻ. ഇന്ന് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നവർ പുറത്തു പോകുന്നത്, അല്ലെ ആരാണ് ഹൗസിൽ നിൽക്കാൻ ഇനി യോഗ്യതയില്ലാത്തത് എന്നുള്ളത് നമുക്കിന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അനുമോള് നോമിനേഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു, ആര്യന്, ജിസേൽ, പിന്നെ ഷാരിക, നെവിൻ, രേണു, രഞ്ജിത്ത്, ശൈത്യ. ഇവരിത്രയും ആൾക്കാരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ. ഇതിലെനിക്ക് തോന്നുന്നു അനുമോൾ മിക്കവാറും പോകാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു 99.9% അനുമോൾ പോകാൻ ചാൻസ് ഇല്ല. കാരണം അനുമോൾക്ക് അത്യാവശ്യം നല്ല ക്യാമറ സ്പേസ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ ആര്യനും പോകാൻ ചാൻസ് കുറവാണ്. കാരണം ആര്യനും ഇനിയും വീട്ടിൽ നിലനിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നെവിനും പോകാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ. കാരണം അത്യാവശ്യം കാര്യങ്ങൾ കുഴപ്പമില്ലാതെ കളിച്ചു പോകുന്ന ഒരാളാണ്. പിന്നെ ജിസേൽ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ചില സമയങ്ങളിൽ ആക്റ്റീവാണ്, ചില സമയങ്ങൾ ആക്റ്റീവ് അല്ല എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ വെളിയിലേക്ക് പോകാൻ ഒരുപക്ഷെ ചാൻസ് കുറവാണ്. നെവിനായാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ശൈത്യയുടെ കേസ് പറഞ്ഞാൽ ശൈത്യ ഒട്ടും ആക്റ്റീവ് അല്ലാത്തയും അതുപോലെ തന്നെ ഒരു ലെവലിലും മുന്നോട്ട് വരാത്തൊരു ആൾ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരാൾ ശൈത്യ കേട്ടോ. പിന്നെ ഷാരിക ആയാലും ഇതുവരെയും പുറത്തു പോകാൻ പറ്റിയ ഒരു മത്സരം ഇത്രയും നാൾ വെച്ച് നോക്കിയ ഈ ഒരാഴ്ച നിന്ന ആ ഒരു മത്സരത്തിൻ്റെ രീതി വെച്ച് നോക്കുമ്പം ഷാരികയും പോകാൻ ചാൻസ് ഇല്ല. പിന്നുള്ളത് രഞ്ജിത്താണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ശൈത്യ അല്ലെങ്കിൽ രഞ്ജിത്ത്, ഇവരിലാരെങ്കിലും ആയിരിക്കാം പുറത്തു പോകുന്നത്. രഞ്ജിത്തൊക്കെ നല്ല പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നല്ലൊരു ക്ലാരിറ്റി പോലും ഇല്ലാത്ത ലെവലിലാണ് രഞ്ജിത്തായാലും ശൈത്യ ആയാലും നിൽക്കുന്നത്. അപ്പോൾ ഇവരിലാരെങ്കിലും ഇത്തവണ പുറത്തു പോകും എന്ന് തന്നെ നമുക്ക് നോക്കാം. കാരണം മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ രേണുവിൻ്റെ പുറത്ത് വെച്ച് വോട്ടിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും രേണുവിൻ്റെ ഒരു അതിബുദ്ധി പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. പുറത്ത് നിന്ന് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി പുറത്ത് നിന്ന് ഇത് ചെയ്തിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഓരോ വീക്കെൻഡിലും പുള്ളിക്കാരി എനിക്ക് എല്ലാ നോമിനേഷനിലും വരുമെന്ന് പറഞ്ഞാൽ എല്ലാ നോമിനേഷൻ്റെയും ഒരു വീഡിയോ ഇതുപോലെ എടുത്ത് വെച്ച് കാണും. അത് പുറത്തുള്ള ആൾക്കാർ അതനുസരിച്ച് ഇടുമായിരിക്കും, അതായിരിക്കാം. പക്ഷേ എന്നാൽ ഇതൊരിക്കലും ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ ഒരു പരിപാടി അവർ വെച്ച് പൊറപ്പിക്കത്തില്ല. കാരണം അത് അവിടുത്തെ ഒരു നിയമലംഘനം തന്നെയാണ്. വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാൾ ഇങ്ങനെ നോമിനേഷൻ ആയി കഴിയുമ്പോൾ വന്ന് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികം എല്ലാവർക്കും ഡൗട്ട് വരും, ഇനി പുള്ളിക്കാരുടെ കയ്യിൽ ഫോണുണ്ടോ എന്നുള്ളതുപോലെ അല്ലേ. അങ്ങനൊരു ഡൗട്ട് നമുക്ക് ആദ്യം ഈ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഇത് റീലായിട്ട് വന്ന സമയത്ത് പലരുടെയും ചിന്ത ഇതായിരുന്നു, രേണുവിൻ്റെ കയ്യിൽ ഇനി ഫോണുണ്ടോ എന്നുള്ളത്. ലാലേട്ട എപ്പിസോഡിൻ്റെ അകത്തും വീട്ടിലേക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ കുറച്ച് ആൾക്കാരെ ഫോണുണ്ടോ എന്ന് പരിശോധിക്കാൻ വിടുന്നൊരു ഇതും കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ചിന്താഗതി സത്യമാണ് എന്നുള്ളത് രേണുവിൻ്റെ ആ വീഡിയോയിൽ കൂടി മനസ്സിലാവുന്നുണ്ട്.